അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോൾ ഹദ്ദാദ് റാത്തീബിൽ ആമന റസൂൽ ചൊല്ലിയതിന് ശേഷം ദിക്റിലേക്ക് പ്രവേശിക്കുകയാണ്. അധികം ദിക്റുകളും 3 പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലേണ്ടതാണ്. ഒരു ദിക്ർ 7 പ്രാവശ്യവും ഒരു ദിക്ർ 4 പ്രാവശ്യവും പിന്നെ അഫ്ളലു ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചുരുങ്ങിയത് 50 പ്രാവശ്യവും. അങ്ങനെയാണ് അത് തർത്തീബാക്കിയിട്ടുള്ളത്. അതിൽ ആദ്യമായി ചൊല്ലുന്ന ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റാണ്. ഈ ദിക്റിനെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. ചുരുങ്ങിയത് 100 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ഒരാൾ ഈ ദിക്ർ പതിവാക്കണമെന്നാണ്. 100 പ്രാവശ്യം ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും കഴിയുന്ന അത്ര ഒരാൾ ചൊല്ലിയാൽ അത്രയും നല്ലത്. എന്നാൽ ഹദ്ദാദിൽ നമ്മൾ 100 പ്രാവശ്യം ചൊല്ലാറില്ല. 3 പ്രാവശ്യമാണ് ഹദ്ദാദിൽ ചൊല്ലാറുള്ളത്. 100 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ, ഒരു ദിവസം ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഹദീസിൽ കാണാം. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അവന് കിട്ടും. 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അവന് കിട്ടും. ഖാനത്ത് ലഹു ആദുലു ആശരി റിഖാബ് ഓ കുതിബത്ത് ലഹു മിഅത്തു ഹസന, 100 പ്രതിഫലം അവന് വേണ്ടി എഴുതപ്പെടും. വ മുഹിയത്ത് അൻഹു മിഅത്തു സയ്യിഅ, 100 ദോഷങ്ങൾ അവനെ തൊട്ട് മായ്ച്ച് കളയപ്പെടും. വകാനത്ത് ലഹു ഹിർസൻ മിന ശൈത്വാനി യൗമഹു ദാലിക ഹത്താ യുംസിയ, ആ ദിവസം ശൈത്വാനിൽ നിന്നുള്ള കാവൽ അവന് കിട്ടുകയും ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുക. വളരെയധികം പ്രാധാന്യമുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.